ഈ കഴിഞ്ഞ ദിവസമാണ് ബാംഗ്ലൂർ ബേസ് ചെയ്ത് നടക്കുന്ന ഒരു വലിയ സ്കാം റിലേറ്റഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തത്. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ റൂമുകൾ കേന്ദ്രീകരിച്ച് ഒരു മലയാളി ഗ്യാങ് അവിടെയുള്ള കുറച്ച് ഓഫീസേഴ്സിനെ കൂട്ടുപിടിച്ച് കുട്ടികളുടെ റൂമിൽ കയറി ലഹരി ഒളിപ്പിച്ച് വെച്ച് ലഹരി കേസിൽ അവരെ പെടുത്തി അവരുടെ വീടുകളിലേക്ക് വിളിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടുന്ന വർഷങ്ങളായിട്ട് നടക്കുന്ന വലിയൊരു സ്കാമിനെ കുറിച്ചുള്ള കാര്യം വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കാസറ്റ് ഹക്കീം ചെയ്ത വീഡിയോ എടുത്ത് റെഫറൻസ് വെച്ചാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ബ്രോ ഞങ്ങൾക്കൊക്കെ ഇതേപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ആർക്കും ഇത് പുറത്ത് പറയാനോ കേസ് കൊടുക്കാനോ താല്പര്യമില്ല. ബ്രോ വീഡിയോയിൽ പറഞ്ഞ പേരുകളും ആളുകളുടെ മുഖങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്, ബട്ട് വി ആർ ഹെൽപ്ലെസ്. അങ്ങനത്തെ സിറ്റുവേഷനിലുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അത് റിലേറ്റഡ് ആയിട്ട് തന്നെ ലഹരി മാഫിയ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് മലയാളികളെ കേന്ദ്രീകരിച്ച് മലയാളികൾ തന്നെ കൊണ്ട് നടക്കുന്ന ലഹരി മാഫിയ എക്സ്പോസ്ഡ് ആവുകയാണ്. ഈ വീഡിയോയും ഹക്കീമിൻ്റെ വീഡിയോ റെഫറൻസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ 2 കുട്ടികളുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കോൺസ്പിറസിയാണ്. എവിടെയെങ്കിലും കേസോ കാര്യങ്ങളോ ഇതിനെക്കുറിച്ചുള്ളതായിട്ട് എനിക്ക് അറിയില്ല. ഓക്കെ, എന്താണെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ ഈ മരിച്ചുപോയ കുട്ടികളുടെ വീട്ടിലുള്ളവരാണ് എന്ത് ചെയ്യുന്നത്, കേസായിട്ട് മുന്നോട്ട് പോകേണ്ടതും അവരതിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതും. നമുക്കിത് ആളുകളിലേക്ക് ഒരു അവയർനെസ് പോലെ എത്തിക്കാനേ പറ്റൂ. അപ്പോൾ ഒരു 2 വർഷത്തിനിടയിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഷംന ആൻഡ് ഷലോം എന്ന് പറഞ്ഞുള്ള 2 പേരാണ്. ഷംന എന്ന് പറഞ്ഞുള്ള പെൺകുട്ടി, ഷലോം എന്ന് പറഞ്ഞുള്ള റാപ്പർ. ഓക്കെ, ബൈ പ്രൊഫഷൻ റാപ്പറായിട്ടുള്ള ഒരു പയ്യനുമാണ് മരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനിയപ്പോൾ ഒരു ഗ്യാങ്ങിൽ പോയി പെട്ടതാണ് ഈ ഷംന എന്ന് പറഞ്ഞുള്ള കുട്ടി. ഈ ഷലോം എന്ന് പറഞ്ഞുള്ള ചെക്കനും ഒരു ഗ്യാങ്ങിൽ പോയി പെട്ടതാണ്. ഈ ഗ്യാങ് ഒരു 3 പെൺകുട്ടികളുടെ ഗ്യാങ്ങാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മീനാക്ഷി, ശ്വേത, പർവണ, ഈ 3 സ്ത്രീകളുടെ ഗ്യാങ്ങാണ്. ഇവർ കുറച്ച് ഈ പറഞ്ഞ ലഹരി ഒക്കെ ഉപയോഗവും കാര്യങ്ങളൊക്കെ ആയി റേവ് പാർട്ടീസൊക്കെ ആയിട്ട് ബാംഗ്ലൂരിൽ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികളാണ്. ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന അർജുൻ പിള്ള എന്ന് പറഞ്ഞ വ്യക്തിയാണെന്നുള്ളതുമാണ് എൻ്റെ കാസറ്റിൻ്റെ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം എന്താണെങ്കിലും നമുക്ക് കാസറ്റ് ഇട്ട വീഡിയോ ഒന്ന് കാണാം. പർവാന, മീനാക്ഷി, ശ്വേത, ഈ 3 പേരും കൂട്ടുകാരികളാണ്. ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ചിരുന്നവർ. ബാംഗ്ലൂർ RR കോളേജിൽ ഒരുമിച്ച് പഠിച്ച 3 സുഹൃത്തുക്കൾ. എന്നാൽ ഇവരുടെ ഇടയിൽ 4ാമത് ഒരാളുണ്ടായിരുന്നു. 2 വർഷം മുന്നേ ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. ആ പെൺകുട്ടിയുടെ പേരാണ് ഷംന. ഭയങ്കരമായിട്ട് MDMA, LSD പോലുള്ള മാരകമായ വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന 3 പേർ. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയാണ് ഷംന എന്ന് പറയുന്നത്. ഷംന ഉപയോഗിച്ചിരുന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാൽ ഷംന അവിടുന്ന് പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യാണ് ചെയ്തത്. എന്താണ് അതിന് കാരണം എന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഈ 3 പേർക്കും ഉത്തരം ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഈ ഷംന എന്ന് പറയുന്ന പെൺകുട്ടി തങ്ങളുടെ റൂമിൽ നിന്ന് മരണപ്പെട്ടതെന്നുള്ളത്. ഇവരുടെ ജീവിതശൈലി മറ്റുള്ള പെൺകുട്ടികളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിരുന്നു. 3 പേരും കൂടെ ഒരുമിച്ച് സൈക്കഡലിക് പാർട്ടികൾക്ക് പോവുക, ബാംഗ്ലൂർ പബ്ബുകൾ, അതുപോലെ റേവ് പാർട്ടി എല്ലാം അറ്റൻഡ് ചെയ്യുക. ജീവിതം ഒരു അടിച്ചുപൊളി ജീവിതമായിരുന്നു ഇവരുടെ 3 പേരുടെയും. ഇതിനിടയിലാണ് മീനാക്ഷി ഷാലോം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നത്. കലാപ്രതിഭയായിരുന്ന, ഭയങ്കര സ്മാർട്ടായിരുന്ന, റാപ്പറായിരുന്ന ഒരു ചെറുപ്പക്കാരൻ. പിന്നീട് 8.5 മാസത്തോളമുള്ള റിലേഷൻഷിപ്പ് വീട്ടുകാരെ എതിർത്തിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. കാരണം ഈ പയ്യൻ ക്രിസ്ത്യനും ഈ മീനാക്ഷി എന്ന് പറഞ്ഞ പെൺകുട്ടി ഹിന്ദു ആയിരുന്നു. എന്നാൽ ഈ മീനാക്ഷിയുടെ നിർബന്ധപ്രകാരം ഷാലോം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മീനാക്ഷിയെ കല്യാണം കഴിക്കുകയാണ്. ഏകദേശം 4.5 മാസത്തോളം ഒരുമിച്ച് താമസിക്കുകയാണ്. ഏകദേശം ഒരു 40 ദിവസങ്ങൾക്ക് മുന്നേ ഈ ഷാലോം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനും സൂയിസൈഡ് ചെയ്തു. എന്താണ് കാരണം എന്ന് ആർക്കും അറിയില്ല. വീട്ടുകാർക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്, ദുരൂഹതകളുണ്ടെന്ന് പറയുന്നു. എന്റെ ഏട്ടൻ ഇവിടെ വന്നു ഓട്ടോസ് വിളിച്ചിട്ട് ഏട്ടൻ എന്റെ വീട്ടിൽ വന്നിട്ട് വളരെ സോഫയും ഇരുന്നിട്ട് ഏട്ടൻ അത്രയ്ക്ക് കണ്ണു നിറങ്ങിട്ട് എന്റെ ഏട്ടൻ എനിക്കറിയാം. കാരണം ചെറുപ്പം മുതൽ എന്നെ നോക്കിയത് എന്റെ ഒരു അച്ഛനും അമ്മേന്റെ സാധനമാണ് എന്റെ ഏട്ടൻ. എന്റെ ഏട്ടൻ സൂസൈഡ് ചെയ്യുന്ന ഒരു സംഭവം പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹാങ് കിടക്കുന്ന എന്റെ ഏട്ടനെ അവൾ എന്നെ കിച്ചണിൽ പോയിട്ട് നൈഫ് മീൻസ് കത്തിയെടുത്ത് നേരെ പോയിട്ട് ഫാനിൽ അതെടുത്തിട്ട് അവൾ അത് മുറിച്ചിന്റെ ഏട്ടൻ എടുത്ത് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ എന്റെ ഏട്ടൻ അങ്ങനെ ചെയ്യുന്നതിന് മുന്നേ 2-3 ആഴ്ച മാക്സിമം ഇവിടെ വന്നിട്ട് എന്റെ ഏട്ടനോട് കരഞ്ഞിട്ട് പറഞ്ഞാൽ, അച്ഛോ എനിക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് ഈ ബന്ധം വേണ്ട, എനിക്ക് ഈ ബന്ധം എന്താവുന്ന പോലും അറിയില്ല, അത്ര ഒരു സിറ്റുവേഷൻ ആണ്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഏട്ടൻ എന്തുണ്ടെങ്കിലും ഈ കോഴിക്കോടുള്ള മിക്ക ഫ്രണ്ട്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും. കാരണം ഞാൻ ഏട്ടൻ അങ്ങനെയാണ്, എന്റെ ഏട്ടന് അങ്ങനെയാണ്. ഇപ്പോഴും ഗ്രൂപ്പാണ് ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ അയച്ചാൽ അങ്ങനെ എന്റെ റൂമിൽ എന്റെ ഏട്ടനെ നോക്കുന്നു. മറ്റേത് വെച്ച് ദുബായിൽ വന്നെങ്കിലും ഇപ്പൊ ഓടി വരും. പിന്നെ ഭയങ്കര ജീവനും. ഷാലോം എന്ന് പറഞ്ഞ പയ്യന്റെ വീട്ടുകാരായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ മീനാക്ഷി എന്ന് പറഞ്ഞ പെൺകുട്ടി
ഉച്ചക്ക് 1 മണി വരെ കിടന്നുറങ്ങുകയും പിന്നീട് പുറത്തു പോയി കഴിഞ്ഞാൽ രാത്രി 12 മണി 1 മണിയാകുമ്പോൾ മദ്യപിച്ച് ബോധമില്ലാതെ സാധാരണക്കാരായ നാട്ടിൽ ജീവിക്കുന്നവരുടെ വീട്ടില് മദ്യപിച്ച് ഒന്ന് ബോധമില്ലാതെ കിടന്നതായിട്ടുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഈ 2 ആത്മഹത്യകളുടെ ഇടയിലും ഇവർ 3 പേരും ഉണ്ട്. ഇതിന് കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഇവർക്ക് ഇപ്പോഴും ഒരു മാറ്റമില്ല. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വീഡിയോ ഇവൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഹക്കീം. ഇതെന്താ പറയുക, ഇത് ബാംഗ്ലൂരിൽ നടക്കുന്ന കുറച്ച് അധികം ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെയാണ് ഈ ലഹരി ട്രാപ്പിൽ പെട്ടു പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഞാൻ വർഷങ്ങളായിട്ട് ബാംഗ്ലൂരിലുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല സെറ്റിൽഡായി, നല്ല എന്താ പറയുക, സ്വന്തം കാര്യം ജീവിതവും ബാക്കി പരിപാടിയും നോക്കി ഇങ്ങനത്തെ പരിപാടികളിലൊന്നും പോവാതെ ഇനിയിപ്പോൾ 2 അടിക്കാനാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബാറിൽ കയറി അടിച്ച് സുഖമായി വീട്ടിൽ വന്ന് കിടന്നുറങ്ങി ടെക്കീസും അല്ലെങ്കിൽ അല്ലാത്ത ജോലി ചെയ്ത് ബിസിനസ് ചെയ്തിട്ടൊക്കെ പോകുന്ന ഇഷ്ടം പോലെ. ഇനി സ്റ്റുഡൻസിൻ്റെ ഇടയിൽ തന്നെ ആണെങ്കിൽ തന്നെ വന്നു പഠിച്ചു അവനവൻ്റെ പാട് നോക്കി പോയി കുറച്ച് എൻ്റർടൈൻമെൻറ്റ് നോക്കി ഇങ്ങനെ പോകുന്ന ആളുകളുണ്ട്. പണത്തിന് ആർത്തി മൂത്ത് കഴിഞ്ഞാൽ നേരെ ഇവർ പോയി ചാടുന്നത് ലഹരി മാഫിയയുടെ കയ്യിലായിരിക്കും. ഇവരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വെയിറ്റിംഗും ആയിരിക്കും. എസ്പെഷ്യലി പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്ത് അവരെ കൂടുതൽ പണം അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ലൈഫ് സ്റ്റൈൽ കാണിച്ച് അവരെ ആ ലൈഫ് സ്റ്റൈലിലേക്ക് എന്താ പറയുക ഉന്തി തള്ളിയിട്ട് പിന്നെ അവർക്ക് ലഹരിയിൽ നിന്നും ഈ പൈസ ഉണ്ടാക്കുന്ന പരിപാടിയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാതെ അവർ വേറെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ലൈഫ് തൊലച്ച് അങ്ങനെ ഒരു പാറ്റേണിൽ ലൈഫ് പോയി തൊലഞ്ഞു പോയ ഒരുപാട് പേരുണ്ട്. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പം ഇതിൽ പറയുന്ന ഈ 2 കുട്ടികൾ, ഓക്കെ, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും, ഷംന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടിയും ഈ ഷലോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൺകുട്ടിയും, ഇവർ 2 പേരുടെ ജീവിതം ഞാൻ പറഞ്ഞുതരാം. നമുക്കിതിനകത്തൊരു കൺക്ലൂഷനിലെത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് ഇത് ഇങ്ങനെ തന്നെയെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇവർക്ക് ഇതേപോലെ അവരുടെ ലൈഫ് എൻ്റെ ഒരു സിറ്റുവേഷനിൽ അവർ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർ ആരെങ്കിലുമൊക്കെ പേടിച്ചിട്ടായിരിക്കാം. ഒരു പക്ഷേ ജീവിതത്തിൽ ഒരു നിമിഷം അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, അവർ ഈ ഒരു നോർമൽ ലൈഫിൽ നിന്ന് മാറി ലഹരിയുടെയും ഈ പറഞ്ഞ അടിച്ചുപൊളിയുടെയൊക്കെ ഒരു മായിക ലോകത്തേക്ക് പോയി കാണും. പിന്നെ തിരിച്ചു വന്നതിന് ശേഷം അയ്യോ പെട്ടുപോയതൊരു ട്രാപ്പിലാണല്ലോ എന്നുള്ളൊരു പേടി വന്നതിന് ശേഷം, അല്ലെങ്കിൽ പലരുടെയും ഭീഷണിപ്പെടുത്തൽ വന്നതിന് ശേഷമൊക്കെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റാതെ ഇനി വേറെ വഴിയില്ല, ആരും ഞാൻ പറഞ്ഞാൽ കേൾക്കൂല, വിശ്വസിക്കൂല, അപ്പോൾ പിന്നെ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ ആരും ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ജീവിതം അവസാനിപ്പിച്ചതായിരിക്കാം. ഓക്കെ, അങ്ങനെ പലതും ആയിരിക്കാം. തീർത്ത് കളഞ്ഞ പല കേസുകളുമുണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഇതേപോലെ ലഹരി മാഫിയയിൽ പോയി പെട്ട് പിന്നെ പുറത്തു വരാൻ പറ്റാതെ അങ്ങനെയൊക്കെ കുറേ ആളുകളുണ്ട് അവിടെ. ഓക്കെ, പക്ഷെ ഞാനിപ്പോഴും പറയുന്ന ഒരു മോസ്റ്റ് മെജോറിറ്റി ആളുകളും ബാംഗ്ലൂരിൽ പോയിട്ട് നല്ല രീതിയിൽ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന, നല്ല രീതിയിൽ ലൈഫിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുള്ള ആളുകളുണ്ട്. കുറച്ചൊരു വലിയ എമൗണ്ട് ഓഫ്, മിനിമം എന്ന് ഞാൻ പറയില്ല, ഒരു വലിയ എമൗണ്ട് ഓഫ് ആളുകൾ ഇതേപോലെ ട്രാപ്പിൽ പോയി പെട്ടവരുണ്ട്. ട്രാപ്പിൽ പോയി പെട്ടിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പറ്റാതെ സഫർ ചെയ്യുന്നവരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ ഇതേപോലുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ട് തിരിച്ചു വരാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇത് ചെയ്യേണ്ടതെന്ന് പറയും, നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടിനെ ഉപരി നിങ്ങൾ ഫാമിലിയോട് നിങ്ങൾ ഷെയർ ചെയ്ത് ഫാമിലിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും. അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അല്ലെങ്കിൽ ഇതേപോലുള്ള അവസ്ഥയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്നുള്ളൊരു ന്യൂസ് മാത്രമായിട്ട് നിങ്ങളുടെയൊക്കെ ജീവിതം അവസാനിച്ചു പോകും മക്കളെ. പിന്നെ പാരൻസ് പഠിക്കാൻ വിടുന്നവരാണ്, നല്ല കോളേജുകളുണ്ട്, നല്ല രീതിയിൽ പോയി അവിടുന്ന് പഠിച്ച് ജോലിയായി ലൈഫ് സെറ്റിലായ ആളുകളുണ്ട്. ബാംഗ്ലൂർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ഒരു മോശം സ്ഥലമാണ്, അല്ലെങ്കിൽ ഭയങ്കര വൃത്തികെട്ട സ്ഥലമാണ്, ഇനിയിപ്പോൾ അവിടെ ഒന്നും കുട്ടികളെ പഠിപ്പിക്കാൻ വിടണ്ടെന്നൊക്കെ വിചാരിക്കുന്ന പാരൻസിനോടാണ്, അവിടെ പോയി നല്ല രീതിയിൽ ലൈഫ് അടിപൊളിയായവരുടെ എണ്ണയെ കൂടുതലുള്ളൂ. ഇതേപോലെ ലൈഫ് പോയവരുത്, അല്ലെങ്കിൽ ഇതേപോലെ ട്രാപ്പിൽ പോയി പെട്ടവരുണ്ട്. പക്ഷെ അവരൊന്നും മാതൃകയാക്കാതിരിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ മക്കളായിട്ട് കൂടുതലായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ബാംഗ്ലൂർ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഭയങ്കര നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ദൂരമൊന്നുമല്ല. ഒരു മണിക്കൂറുകൾ കൊണ്ട് ഫ്ലൈറ്റിലും ബൈ റോഡൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുള്ളൂ. അപ്പോൾ മക്കളൊക്കെ പഠിക്കുന്ന സമയത്ത് മാക്സിമം എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് കാര്യങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക, അവരായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ആയി സെറ്റിലായതിനു ശേഷം മക്കൾ തലയിരിഞ്ഞു പോകുന്നതിന് പിന്നെ ആരോടും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതൊക്കെ സ്വന്തം ഇഷ്ടത്തിന് അങ്ങനെ ആയി പോണതാണ്. അതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഇടപെടാൻ പറ്റുന്ന കേസുമല്ല. പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ടും ഇതേപോലുള്ള അടിച്ചുപൊളിക്കും വേണ്ടി വേറൊരു വ്യക്തിയുടെ ജീവിതം തുലയ്ക്കാനും അവരെ ട്രാപ്പിലാക്കാനും ഇറങ്ങിത്തിരിക്കുന്നവർക്ക് പണിഷ്മെന്റ് കിട്ടിയേ പറ്റൂ, അവർ എക്സ്പോസ്ഡ് ആയേ പറ്റൂ. മീനാക്ഷിയും പാർവണയും ട്വിൻസാണ്, ഇരട്ട സഹോദരിമാരാണ് 2 പേരും. അവരുടെ കൂടെയുള്ള മറ്റൊരു പെൺകുട്ടിയാണ് ശ്വേത എന്ന് പറയുന്നത്.
ഇവര് മൂന്നുപേരും MDMA, LSD പോലുള്ള മാരക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ്. ബാംഗ്ലൂരിലെ ഡ്രഗ് മാഫിയയിലെ മെയിൻ തലവനായ അർജുൻ പിള്ളയുടെ മെയിൻ കൂട്ടുകാരികളാണ് ഈ മൂന്നുപേരും. ഗോവ പോലുള്ള സ്ഥലങ്ങളിൽ സൈക്കഡലിക് പാർട്ടിക്ക് പോകുമ്പോൾ ക്യാഷ് ഇല്ലാത്ത സമയത്ത് അർജുൻ പിള്ളയെ വിളിച്ചിട്ടാണ് ഇവർ ക്യാഷ് വാങ്ങിക്കാറ്. ഇവരുടെ ഇടയിലോട്ടാണ് ശാലം കടന്നു വരുന്നത്. ശാലം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മീനാക്ഷിയായിട്ട് പ്രണയത്തിലാവുന്നു. 8 മാസത്തോളമുള്ള റിലേഷൻ. ശാലത്തിന്റെ മമ്മി ദുബായിലായിരുന്നു. ശാലത്തിന്റെ പപ്പ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കൊറിയോഗ്രാഫറാണ്. ഇത് മനസ്സിലാക്കിയ മീനാക്ഷിയും കൂട്ടുകാരും വീട്ടിൽ ആരും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പലതവണ ശാലവുമായിട്ട് ശാലവിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇത് വീട്ടുകാരെ അറിയുകയും ഒരുപാട് തവണ വാണി ചെയ്ത് വിടുകയും ചെയ്തിട്ടുണ്ട് ശാലത്തിന്റെ പപ്പ. മീനാക്ഷിയുമായിട്ടുള്ള ബന്ധത്തിന് ഒരിക്കലും ഫാമിലി സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. തുടർന്ന് മീനാക്ഷി പറയുകയാണ് അവൾ പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞ് ശാലത്തിനെ ഭീഷണിപ്പെടുത്തുകയും വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് ചെയ്തത്. ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടായിരുന്ന ശാലം കല്യാണത്തിന് ശേഷം പിന്നെ ആരുടെ അടുത്തോട്ടും പോവാതെയായി. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 4 മാസം കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ സൂയിസൈഡ് ചെയ്യാണ്. ശാലം സൂയിസൈഡ് ചെയ്തെന്നുള്ള വാർത്ത വീട്ടുകാർക്കും ശാലത്തിന്റെ അടുത്തറിയുന്ന കൂട്ടുകാർക്കും ഒന്നും വിശ്വസിക്കാനായില്ല. കാരണം ശാലം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നായിരുന്നു വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും എല്ലാം മറുപടി. And knowing him on a deeper level, I'm sure he would never do this. അത്രയും ഇല്ല അവൻ ചെയ്യില്ലത്. അവൻ ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ അവനെ കൊണ്ട് പറ്റില്ല. And I want the world to know the truth. I want him to get justice because that's what he would have wanted. എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ 100, 200, 300, 400, 500% എനിക്ക് എത്ര ഉണ്ടോ ദൈവം എത്ര എണ്ണി ചക്കുന്നുണ്ടോ അത്രയും സത്യം വെച്ച് പറയുകയാണെങ്കിൽ എന്റെ ആയിട്ട് ഒരിക്കലും ചെയ്യില്ല. ഇതിലെന്തോ സംതിങ് ഉണ്ട്, സംതിങ് റോങ്. ശാലം സൂയിസൈഡ് ചെയ്തു എന്നുള്ള വാർത്ത അറിഞ്ഞിട്ട് ഒരുപാട് പേര് മീനാക്ഷിയെ വിളിക്കേണ്ടായി. മീനാക്ഷിയുടെ മറുപടി വളരെ സിമ്പിൾ ആയിട്ടായിരുന്നു, അവൻ മരിച്ചു. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എല്ലാ ഫോട്ടോസും റിമൂവ് ചെയ്യുന്നു, ശാലമായിട്ടുള്ള എല്ലാ ഫോട്ടോസും ഒഴിവാക്കുന്നു. സാധാരണ ജീവിതത്തിലോട്ട് ഈ പെൺകുട്ടി കടന്നു വരുന്നു. ശാലം അങ്ങനെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മീനാക്ഷിക്ക് മറ്റൊരു ബന്ധമുള്ളത് അറിഞ്ഞുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ശാലം സൂയിസൈഡ് ചെയ്യില്ല എന്നാണ് മീനാക്ഷി അറിയുന്ന മീനാക്ഷിയുടെ സുഹൃത്തുക്കൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന ശാലവും മീനാക്ഷി ഇവരുടെ ബന്ധം, ഇവരുടെ ഈ പറഞ്ഞുള്ള ഒരു സ്റ്റോറി ലൈൻ, ഇത് നമ്മളൊരു യൂഷ്വൽ പാറ്റേൺ എപ്പോഴും കാണുന്നതാണ്. ഓക്കെ, ഇതിനിപ്പോൾ ബാംഗ്ലൂർ വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും ദിസ് സ്റ്റോറി ലൈൻ എക്സിസ്റ്റ്. പലരുടെയും പേഴ്സണൽ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സ്റ്റോറി ലൈൻ വന്ന് ജീവിതം തകർന്നു പോയി ലൈഫ് എൻഡ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് ആണും പെണ്ണും പോകുന്നൊരു പാറ്റേൺ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിലാകെ ചെയ്യാനുള്ളത് ഈ പാരൻസിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനുമാണ്. അതായത് നിങ്ങൾക്ക് ശക്തമായിട്ട് തോന്നുകയാണ് ഒരു വ്യക്തി ജീവൻ അവസാനിപ്പിക്കില്ല, ഇതേപോലെ ഒരു പെട്ടെന്ന് പോയിട്ട് ഇത് ചെയ്യില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളതിൽ പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ പോലീസിൽ പോകണം. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ നിങ്ങൾ വിശ്വസിക്കണം. കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. കാരണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് പലരും എന്ത് നീതി എന്ത് ന്യായം, നമുക്ക് എന്ത് നീതി ലഭിക്കാൻ, പോയേണ്ടവൻ പോയി പോയവൾ പോയി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അടുത്തൊരാൾക്ക് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നത്. മനസ്സിലായോ? അത് നിൽക്കരുത്. നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾ ഇപ്പോൾ ഈ ഒരു എൻ്റെ കാസറ്റിൽ ഹക്കീം പറഞ്ഞ പോലെ ഹക്കീമിന് ഇൻഫർമേഷൻ കൊടുത്തവർക്കൊക്കെ ഉറപ്പാണ് ഈ പയ്യൻ ഒരിക്കലും ഇതേപോലെ ഒരു കടുങ്കൈ ചെയ്യില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു ദുരൂഹത ഉണ്ട് തോന്നുകയാണ്, തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നുള്ളൊരു തോന്നൽ വരിക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആ ലേഡിയെ കൊണ്ട് അവനെ കെട്ടറുത്ത് അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കാൻ പറ്റുമെന്നുള്ള അങ്ങനത്തെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ഫോർ എ കേസ്. മനസ്സിലായോ? എന്താണെങ്കിലും ഇങ്ങനത്തെ വിഷയങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോയിൽ സ്ട്രെസ് ചെയ്ത് വീണ്ടും വീണ്ടും പറയുകയാണ്. കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, ബ്രോ ബാംഗ്ലൂർ ജീവിക്കുന്ന ഒരാളല്ലേ, ജീവിച്ചിരുന്ന ഒരാളല്ലേ, നിങ്ങൾ വളരെ കൂളായിട്ടല്ലേ ജീവിച്ചിരുന്നത്, നിങ്ങൾക്ക് ഒരു വിഷയങ്ങളും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ജീവിക്കുന്നവരാണ്, നമുക്കും വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ ഇതേപോലെ വിഷയത്തിൽ പോയി എൻഡപ്പ് ചെയ്ത് ലൈഫ് പോയവരുടെ സ്റ്റോറീസ് പുറത്തു വരുമ്പോൾ നമ്മളെയും കൂടി അത് ഭയങ്കര മോശമായി ബാധിക്കുന്നുണ്ട്, ആ നാടിനെ വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി ഉണ്ട്. മനസ്സിലായോ? ഞാൻ പറയുന്നത് ഇത് എല്ലാ നാട്ടിലുള്ള ഒരു കൂട്ടം ആളുകളുടെ വിഷയമാണ്. ലഹരിയിലും പൈസയ്ക്കും വേണ്ടി എന്ത് പ്രവൃത്തിയും ചെയ്യാം, ഏത് രീതിയിലും ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം ആളുകൾക്ക് പറ്റുന്നതാണ് ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊന്നും എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. നല്ല രീതിയിൽ ഒരു നാട്ടിൽ ജീവിച്ചു പോകുന്ന എത്രയോ ആളുകളുണ്ട്. അത് നാടിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രശ്നമായിട്ട് അത് എടുക്കാനും പറ്റില്ല. മനസ്സിലായോ? ബാംഗ്ലൂർ ബേസിൽ ഞാൻ വീണ്ടും പറയുന്നു, എല്ലാവരും ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നവരല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്നവരൊന്നുമല്ല. അത്യാവശ്യം പാർട്ടിക്കൊക്കെ പോയി 2 എണ്ണം അടിച്ച് നടക്കുന്നവരൊക്കെ കാണും, അല്ലെങ്കിൽ അതും ഇല്ലാത്തവർ കാണും. ഇനി അത് ചെയ്തിട്ടും വളരെ ഡീസൻ്റായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവർ കാണും. നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ഓപ്പർച്യൂണിറ്റി അവിടെ കൂടുതലുണ്ട്, ലൈഫ് സ്റ്റൈൽ കുറച്ചും കൂടി അടിപൊളിയാണ്. ഇതൊക്കെ വെച്ചിട്ട് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാനും ജോലി ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ പോയി അവിടെ സെറ്റിലാവുന്ന ഇഷ്ടംപോലെ മലയാളികളുണ്ട്. അവരെ പിഴിഞ്ഞ് പറ്റിച്ച് നടക്കുന്ന ആളുകളെ എക്സ്പോസ് ചെയ്യുകയാണ് ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതൊരു കൺക്ലൂഷൻ ഞാൻ കൊണ്ടുവരുന്നില്ല. ഇതൊരു
മേർഡറാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ അവർ തന്നെ കൊന്നു കളഞ്ഞതാണ്, അല്ലെങ്കിൽ മാഫിയ തട്ടിയതാണ്. മാഫിയ സ്റ്റിൽ എക്സിസ്റ്റ്. ലഹരി മാഫിയ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ നാട്ടിലും ഉണ്ട്, ബാംഗ്ലൂരും ഉണ്ട്, മൊത്തം ഈ ലോകത്ത് തന്നെ അവരുണ്ട്. ഓക്കെ, പക്ഷേ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം നമ്മൾ എന്തിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ ട്രാപ്പിലാക്കിയാലടക്കം നമുക്ക് ഇന്ന് രക്ഷപ്പെട്ട് പോരാൻ നമ്മളൊരു ഓപ്ഷൻസും ഉണ്ട്, നമ്മളതിനുള്ള വഴികളും നോക്കണം. അല്ലെങ്കിൽ മനഃപൂർവ്വം പോയി പെട്ടിട്ട് പിന്നെ ലൈഫ് പോയിട്ട് ആർക്കും നഷ്ടം. ബാംഗ്ലൂര് മലയാളി വിദ്യാർത്ഥികളെയും അവിടെ പഠിക്കാൻ വരുന്ന പെൺകുട്ടികളെയും കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയൊരു ഡ്രഗ് മാഫിയ ഉണ്ട്. ഈ മാഫിയയിലെ മെയിൻ കണ്ണികളാണ് മീനാക്ഷി, പർവണ, ശ്വേത. ഇവര് വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്യുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല്, ഷാലു എന്ന് പറയുന്ന കാസർഗോഡുള്ള ഒരു MDMA കച്ചവടം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. മീനാക്ഷിയുടെ സുഹൃത്താണ് ഷാലു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഷാലു MDMA ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഷാലുവിന്റെ റൂമിലോട്ട് മീനാക്ഷിയെ വിളിക്കും. മീനാക്ഷി വരുമ്പോൾ മീനാക്ഷിയുടെ കൂട്ടുകാരികളെയും കൂടെ കൂട്ടാൻ പറയും. ഈ ഒരു ട്രാപ്പിൽ RR കോളേജ്, ആചാര്യ കോളേജ്, സപ്തഗിരി കോളേജ്, AGB ലേഔട്ടിലുള്ള ഒരുപാട് പെൺകുട്ടികൾ അകപ്പെട്ടിട്ടുണ്ട്. സൈക്കഡലിക് പാർട്ടികളിൽ നിന്നും പബ്ബുകളിൽ നിന്നും പരിചയപ്പെടുന്ന ചെറുപ്പക്കാരെയും അവിടെ ജോലി ചെയ്യുന്ന ആളുകളെയും കേന്ദ്രീകരിച്ചിട്ട് അവിടെ റൂം മനസ്സിലാക്കിയിട്ട് അവിടെ ബന്ധം സ്ഥാപിക്കുകയാണ് ഈ 3 സ്ത്രീകളും. പിന്നീട് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെയും അവിടെ ജോലി ചെയ്യുന്നവരുടെ റൂമും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം അർജുൻ പിള്ള അങ്ങോട്ട് ഇറങ്ങുകയാണ് മീനാക്ഷിയുടെയും പാർവണയുടെയും ശ്വേതയുടെയും നിർദ്ദേശപ്രകാരം. ഇവർക്ക് മെയിനായിട്ട് ഡ്രഗ്സ് കൊടുക്കുന്നത് ഷാലു എന്ന് പറയുന്ന കാസർഗോഡുള്ള ചെറുപ്പക്കാരനാണ്. ഈ ഷാലു മാംഗ്ലൂരുള്ള ശ്രീനിവാസൻ കോളേജിലോട്ട് MDMA എത്തിക്കുന്ന സപ്ലയറാണ്. ഇവർ ഈ ട്രാപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥികളെയും അതുപോലെ ജോലി ചെയ്യുന്നവരുടെയും കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ അർജുൻ പിള്ള ആളുകൾ വാങ്ങിച്ചെടുക്കുകയാണ്. ഇവരുടെ ഉദ്ദേശം ഇവര് ഡ്രഗ് ഉപയോഗിക്കുന്നതോ അത് അവിടെ നിർത്തലാക്കണമെന്നല്ല, ഇവരെ ചതിക്കുക, പണം കൈക്കലാക്കുക എന്നുള്ളതാണ്. സെൻട്രൽ ക്രൈം ബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥരും കർണാടകയിലെ പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിട്ടുള്ള വലിയൊരു ഡ്രഗ് മാഫിയ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം സ്റ്റുഡൻസ്. ഇതാണ് ബാംഗ്ലൂർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എഗെയിൻ ഞാൻ പറയുന്നു, ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ ചെറിയ ടീംസ് ഒന്നുമല്ല. അപ്പോൾ ഹക്കീമിനാണെന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നുണ്ട്, മോനെ ഈ പുറത്തായതുകൊണ്ട് എനിക്ക് വലിയ വിഷയമൊന്നുമല്ല. അപ്പോൾ ഞാനാണെങ്കിൽ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ ധർമ്മസ്ഥല ചെയ്തപ്പോഴും ഈ വീഡിയോ ചെയ്തപ്പോഴൊക്കെ ഇനി കർണാടകയിലും ബാംഗ്ലൂരും മുമ്പ് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്കൊന്നും അറിയാൻ പാടില്ലടേ. മനസ്സിലായി? ഇവർക്ക് ഒരു റൂം കയറി ചെന്ന് അവിടെ ഒരു ലഹരി വെച്ചിട്ട് പിടിച്ച് അത് സീനാക്കാന്നുണ്ടെങ്കിൽ നാളെ നമ്മളെ കാറിനകത്തോ അവിടെ ഇവിടെയൊക്കെ വെച്ച് നമുക്ക് വെച്ചിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതൊരു ഓഫീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് നമുക്കെതിരെയൊക്കെ കേസ് ഇട്ട് വേണമെങ്കിൽ അങ്ങനെ തീർക്കാം. ഹൈവേ കൂടി പോണ വഴിക്ക് ഒരു വണ്ടി വന്ന് തട്ടിയിട്ട് അങ്ങനെ തീർത്ത് കളയാം. അങ്ങനെ പല രീതിയിൽ ഇവർക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ഇവർക്കെതിരെ സംസാരിക്കുന്നവരുടെ നാവ് ഇവർക്ക് ഇല്ലാതാക്കാം, സംസാരിക്കുന്നവർക്ക് ഇല്ലാതാക്കാൻ പറ്റും. ഓക്കെ, കാണുന്ന വ്യൂവേഴ്സിനോടാണ് പറയുന്നത്, നമ്മളെടുക്കുന്ന ഒരു ഡേഞ്ചർ ഉണ്ട്. ഓക്കെ, ഹക്കീമാണെങ്കിലും ഹക്കീമിൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് സംസാരിക്കുന്ന നമ്മളാണെങ്കിലും ഒക്കെ എടുക്കുന്ന ഒരു ഡേഞ്ചർ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫ് തന്നെ ഒരുമാതിരി എന്താ പറയുക, പെൻഡുലം പോലെ ഇങ്ങനെ ആട്ടിയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് ഈ ഇൻഫർമേഷൻസ് കൊണ്ടുവന്നിട്ട് വരുന്നത്. ഇത് പാരൻസിനോട് എഗെയിൻ ഞാൻ പറയുന്നു, മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുക. പല രീതിയിലുള്ള പല ആളുകൾ ഉണ്ടാവും സൊസൈറ്റിയിൽ, പല രീതിയിലുള്ള മോഹന വാഗ്ദാനങ്ങൾ അവർ തരും. പണമായിട്ടും പെണ്ണായിട്ടും ലഹരിയായിട്ടും ഒക്കെ അവർ തരും. പോയി ചാടാതിരിക്കുക. ഓക്കെ, ഇതൊക്കെ ചെറിയ രീതിയിലൊക്കെ അനുഭവിച്ച് തൊട്ട് നോക്കി പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള കുറേ ബിരുദന്മാരുണ്ട്. അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഡേഞ്ചർ പരിപാടി എന്താ പറയുക, അവരിതൊക്കെ ചെറുതായിട്ട് ആസ്വദിക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ള ഒരുത്തനെയോ കൊണ്ടുവന്നിട്ട് ഇതിലിടും. അവർക്ക് ഇതിന് രക്ഷപ്പെടാൻ പറ്റാതെ അവരുടെ ലൈഫ് തൊലയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരാണ് സൊസൈറ്റിയിലെ ഏറ്റവും ഡേഞ്ചർ എന്ന് ഞാൻ പറയും. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ പേഴ്സണൽ ഫ്രണ്ട് സർക്കിളിൽ കുറേ ആൾക്കാരുണ്ട്. കള്ളു കുടിക്കും, പെണ്ണുടിക്കും, ലഹരി അടിക്കും. എന്നാൽ അവർക്ക് അതിനൊരു കൺട്രോൾ ഉണ്ട്, അവർക്ക് ഒരു ലൈനിൽ നിർത്താൻ അറിയാം. പക്ഷേ അവരിലൂടെ അവർ സ്പ്രെഡ് ചെയ്യുന്ന ഈ സംഗതി വേറെ കുറച്ച് ആളുകളിലേക്ക് എത്തും. അവർ കുറച്ച് ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്നവരെ ഈ പരിപാടിയിൽ കൊടുന്നിടും. അവർ കാണുന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള കൺട്രോളും ഉണ്ടാവില്ല, ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഇതിൽ അഡിക്റ്റായിപ്പോകും. ഇങ്ങനെയുള്ള ഈ പറഞ്ഞ സോഫ്റ്റ് ടാർഗറ്റ്സ് വന്ന് വീണിട്ട് ലൈഫ് തൊലയും. ഇതിനിടയിൽ നിൽക്കുന്ന ഇങ്ങനത്തെ എന്താ പറയുക, എല്ലാത്തിനും തൊട്ട് പോകുന്ന ആളുകൾ വളരെ ക്ലവറായിട്ട് അവരുടെ ലൈഫിലെല്ലാം ആസ്വദിക്കുകയും ചെയ്യും, ലൈഫ് അടിച്ചു പൊളിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അവരെയാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഞാൻ കള്ളു കുടിക്കാത്ത, ലഹരി അടിക്കാത്ത, പരിപാടികളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. എന്നോടൊക്കെ ചില സമയത്ത് ഫ്രണ്ട്സ് പറഞ്ഞു, ഒന്ന് അടിച്ചു നോക്ക്, ഒന്ന് എൻജോയ് ചെയ്ത് നോക്ക്. വേണ്ട, നമുക്കറിയാം എന്താ സംഭവിക്കാം. ഇപ്പം എൻ്റെ ഒരു മൈൻഡ് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ എക്സ്ട്രീം പോകും. മനസ്സിലായി? ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ഫുഡ് ഇഷ്ടപ്പെട്ടാൽ ഞാനത് കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ എക്സ്ട്രീം പോകുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പരിപാടികളില്ല. വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം, പിന്നെ അതിൻ്റെ എക്സ്ട്രീം പോകും, പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല, പിന്നെ പണി പാടുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആദ്യമേ അങ്ങനത്തെ ഒരു പരിപാടിക്ക് വരില്ല. അങ്ങനത്തെ ഒരു തീരുമാനം എല്ലാവരും എടുത്താൽ മതി. പിന്നെ ഫ്രണ്ട് സർക്കിൾ കീപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. മനസ്സിലായോ? ഫ്രണ്ട് സർക്കിൾ കീപ്പ് ചെയ്യുമ്പോൾ ഫ്രണ്ട് സർക്കിളിൽ കുറുക്കന്മാരായിട്ടുള്ള ആളുകൾ ആരൊക്കെയെന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ കേരളം വിട്ടിട്ടാണെങ്കിലും നമ്മളെ നാട്, കേരളത്തിനകത്താണെങ്കിലും നമ്മളെ നാട് വിട്ടുപോയി നമ്മൾ എവിടെയെങ്കിലും സെറ്റിൽ ഡൗൺ ആയാൽ സ്ട്രേഞ്ചേഴ്സിനെ ശ്രദ്ധിക്കുക.
ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സ്ട്രേഞ്ചേഴ്സിനെയും ശ്രദ്ധിക്കുക. ഇതേപോലുള്ള ട്രാപ്പുകൾ നിങ്ങൾക്ക് വിരിച്ച് അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് സൊസൈറ്റിയിൽ. ഓക്കെ, എന്താണെങ്കിലും ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വീഡിയോ നിർത്തുന്നു. ബൈ.